അപ്പം നോമ്പ് കാലത്ത് നമ്മുടെ സമൂഹം ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, ഒരു 10-20 വർഷം മുമ്പൊന്നും ഇത്രയൊന്നും പഴവർഗ്ഗങ്ങളൊന്നും മാർക്കറ്റിൽ സുലഭമായിരുന്നില്ല. എങ്കിലും എല്ലാ നാടുകളിലും അതത് നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ ഉണ്ടായിരുന്നു. പഴങ്ങൾ എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിക്കണമെന്ന നിർദ്ദേശത്തെ നമ്മൾ മാനിക്കേണ്ടത് ഏതൊരു നാട്ടിൽ ഏത് പഴമാണോ ഏറ്റവും സുലഭമായി കിട്ടുന്നത് ആ പഴമാണ് മനുഷ്യന്മാർ അവിടെ കഴിക്കേണ്ടത്. ഒരു നാട്ടിൽ ഏത് പഴമാണ് സുലഭമായി കിട്ടുന്നത് ആ പഴമാണ് അവർ കഴിക്കേണ്ടത്. എന്ന് വെച്ച് മറ്റു പഴങ്ങൾ പാടില്ല എന്നല്ല. ഇപ്പം നമ്മുടെ നാട് കേരളത്തിൽ പൊതുവെ നേന്ത്രപ്പഴമാണ് സുലഭമായി കിട്ടുന്ന ഒരു പഴം. പിന്നെ ചക്ക സുലഭമായി കിട്ടാറുണ്ടായിരുന്നു, ഇപ്പം എന്താണ്, കുറവാണ്. അപ്പം നേന്ത്രപ്പഴം നമ്മുടെ സമൂഹത്തിൽ വളരെ ആരോഗ്യം നിലനിർത്താൻ, ഹാർട്ടിനും ബ്രെയിനും അസ്ഥികൾക്കൊക്കെ നല്ല ആരോഗ്യം നൽകുന്ന ഒരു പഴമാണ് പഴുത്ത് പാകമായി നന്നായി പഴുത്ത നേന്ത്രപ്പഴം. കേവലം മഞ്ഞത്തൊലിയുള്ള നേന്ത്രപ്പഴത്തിന് ഈ ഗുണം കിട്ടില്ല. നന്നായി പഴുത്ത് തൊലിയൊക്കെ കറുത്ത് വളരെ സോഫ്റ്റായ പഴത്തിന് നല്ല ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് നോമ്പ് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ ചിട്ട പഠിപ്പിക്കുന്നു. നോമ്പിൻ്റെ ഒരു രീതി ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ് നോമ്പ്. അത് പകൽ നേരം, രാത്രിയോ ഏറ്റവും ഗുണമുള്ള ഭക്ഷണം കഴിക്കലുമാണ്. അപ്പം എന്തുകൊണ്ടാണ് അത്താഴം കഴിക്കാൻ പറഞ്ഞത്? നമ്മളിപ്പോൾ നോമ്പ് തുടങ്ങുന്ന അത്താഴത്തോടു കൂടിയാണ്. അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത്, അത്താഴത്തിന് നല്ലത് പഴമാണ്. അപ്പം അത്താഴ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഒരു 4-5 ഈത്തപ്പഴം, 1-2 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം. പുതിയ സാഹചര്യത്തിൽ വലിയ വലുപ്പമുള്ള നേന്ത്രപ്പഴം ഒരു പഴം മതിയാകും. അപ്പം നല്ല പഴുത്ത് പാകമായ ഒരു നേന്ത്രപ്പഴവും ഒരു 5 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു 7 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു 3 ഈത്തപ്പഴവും, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒരു ഗ്ലാസ് പാലും, ഇത് അത്താഴം മനസ്സിൽ കരുതി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണർവുള്ള, ഉന്മേഷമുള്ള, ആരോഗ്യമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് ഗുണങ്ങൾക്കത് കാരണമായി തീരും. അപ്പം നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ അത്താഴം കഴിക്കുന്നു. ഈ സമയത്ത് നല്ലൊരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താ പാഠം? പ്രഭാതത്തിൽ കഴിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം പഴമാണ്. ബ്രെയിൻഫാസ്റ്റ് ഫുഡായി തീരണമെങ്കിൽ, നമ്മൾ പറയാല്ലേ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം എന്താ പറയില്ല നമ്മൾ, ബ്രെയിൻഫാസ്റ്റ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് ത്വരിതപ്പെടുത്തും, അത് മന്ദീഭവിക്കില്ല. അപ്പോൾ ബ്രെയിൻഫാസ്റ്റിന് പറ്റിയതാവണമെങ്കിൽ ഹൃദയത്തിനും മസ്തിഷ്കത്തിനും ഗുണം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ റമദാനിൽ നമുക്ക് ശീലമാക്കാൻ പറ്റും. കാരണം റമദാനിൽ എല്ലാ വീട്ടിലും ഈത്തപ്പഴം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈത്തപ്പഴം ഇല്ലാത്ത വീട് പട്ടിണിയുള്ള വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക ഇല്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ പട്ടിണിയുള്ള വീടാണ്. അതെന്തുകൊണ്ടാണ്? ഒരു വീട്ടിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് ഈത്തപ്പഴം എന്നുള്ളത്. അപ്പോൾ സാധ്യമാകുന്നവർ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിലനിർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒരുപാട് നമ്മുടെ സഹോദരന്മാർ ഗൾഫ് നാടുകളിലുണ്ട്. അവിടെ സുലഭമായി ഈത്തപ്പഴം കിട്ടുമെങ്കിലും നമ്മുടെ സഹോദരന്മാർ ഈത്തപ്പഴത്തിന് വലിയൊരു സ്ഥാനം കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നോമ്പ് മുറിക്കണ നേരത്തായാലും എമ്പാടും ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഒരു ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ ഒന്നേ എടുക്കത്തുള്ളൂ. അതൊരു 3-5 എടുത്ത് പിന്നെ ഏതെങ്കിലും ആപ്പിളോ അനാറോ ഒക്കെ കഴിക്കുന്ന ഒരു നോമ്പ് തുറ അല്ലെങ്കിൽ നോമ്പ് മുറി വളരെ നന്നാവും. പകരം നോമ്പ് മുറി സമയത്തിൽ, നോമ്പ് തുറ സമയത്ത് നമ്മൾ മറ്റ് പല ഫ്രൂട്ട്സുകളിലേക്കാണ് കൈ നീട്ടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ബത്തക്കയുണ്ട്, പൈനാപ്പിളുണ്ട്, മറ്റ് പഴവർഗ്ഗങ്ങളുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട പഴം ഈത്തപ്പഴമാണ്. അത് മാത്രമേ പറ്റൂ എന്നല്ല ഞാൻ പറയണത്. വയറിൻ്റെ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്ക് പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് പഴുത്ത ചക്കയും കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാഹചര്യങ്ങൾ, കാലിയായ വയറിൻ്റെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും നല്ലതാണ്. എല്ലാ ഭക്ഷണത്തിനും ഗുണമേ ഉള്ളൂ. അത് പഴമായാലും മാംസമായാലും മത്സ്യമായാലും പയർവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും ഇലക്കറി ആയാലും എല്ലാത്തിനും ഗുണങ്ങളേ ഉള്ളൂ. എല്ലാ മനുഷ്യൻ്റെ ഗുണത്തിനാണ്. പക്ഷെ ചില സമയത്ത് അത് ശരീരത്തിന് ഗുണത്തിന് പകരം ദോഷമായി തീരുന്ന സമയമുണ്ട്.
ചിലത് ചില സമയത്ത് ഗുണത്തിന് പകരം ദോഷമായി തീരും. ഇപ്പം ഉറക്കം മനുഷ്യൻ ആരോഗ്യമാണ് എന്ന് വെച്ചാൽ അസറിന് ശേഷം ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഉറക്കം മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അസറിന് ശേഷം ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഉറക്കം അനുഗ്രഹമാണ് എന്ന പേരും പറഞ്ഞിട്ട് നമ്മൾ അസറിന് ശേഷം ഉറങ്ങില്ല. ഉറക്കം അസറിന് ശേഷമായാലും കണ്ണും പൂട്ടിയിട്ട് അനങ്ങാതെ കിടക്കൽ തന്നെയാണ് ഉറക്കം. അപ്പോൾ സ്വാഭാവികമായ ബോധം നമ്മളിൽ ഇല്ലാണ്ടാവും, നമ്മളൊരു മറ്റൊരു ബോധാവസ്ഥയിലേക്ക് പോകും. എന്ന് വെച്ച് അസറിൽ പറ്റൂല എന്നതുപോലെയാണ് എല്ലാ ഭക്ഷണവും എല്ലാ സമയത്തും ഗുണകരമല്ല എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പം ആരോഗ്യത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം. റമദാൻ ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇബാദത്താണ്. എന്നാൽ നോമ്പിൻ്റെ ഭാഗമായി കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് അത്താഴം. അതിന് നല്ലത് പഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാലത്ത് എല്ലായിടത്തും പഴങ്ങൾ, എല്ലാ വീട്ടിലും പഴമുണ്ടാകും. അപ്പോൾ പഴമുണ്ടാകുന്ന ഒരു സമയം, വീട്ടിൽ പഴമുണ്ടായിരിക്കെ നമ്മൾ അത്താഴം എന്ന പേരിൽ പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വിശക്കുമെന്ന് പേടിച്ചിട്ടോ മറ്റെന്തെങ്കിലും പേടിച്ചിട്ടോ സാധാരണ അരിഭക്ഷണമോ ഗോതമ്പ് ഭക്ഷണമോ കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. വേണ്ടാന്നൊന്നും പറയാൻ ഒക്കില്ല, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഇതിനെ ഉൾപ്പെടുത്തണം. ഇതൊരു ഗുണകരമായ രീതിയാണ്. അതിങ്ങനെ 10-29 ദിവസം തുടർച്ചയായി ചെയ്ത് പിന്നെ റമദാന് ശേഷവും എല്ലാ പ്രഭാതത്തിലും ആദ്യമായി പഴം ഭക്ഷണമായി കഴിക്കുന്ന ഒരു ശീലം നമ്മൾ നിലനിർത്തി നല്ല പവർഫുൾ ഹാർട്ടും, അതായത് നല്ല സ്ട്രോങ് ആയ ഹൃദയവും, അതുപോലെ നല്ല സജ്ജമായ ബ്രെയിനും, സ്ട്രോങ് ആയ എല്ലും, നല്ല മനോധൈര്യവും. ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നവർക്ക് നല്ല മനോധൈര്യം കൂടി ഉണ്ടാവും. ലോകത്ത് ഏറ്റവും മനോധൈര്യമുള്ളവർ അറബികളാണ്. മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വലിയ സത്യം എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും ധീരന്മാരായ ആളുകൾ അറബികളാണ്. അതിൻ്റെ കാരണത്തിൽ കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്തായിരുന്നു? അവരുടെ പഴഭക്ഷണമാണ്. മറ്റൊന്ന് അവരുടെ മാംസഭക്ഷണമാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചർച്ച ഇപ്പം അതല്ലല്ലോ, മനോധൈര്യം അല്ലല്ലോ നമ്മുടെ ചർച്ച. മനസ്സിലാക്കണം. അപ്പോൾ റമദാൻ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ് എന്നതോടൊപ്പം വലിയ പാഠങ്ങൾ റമദാനിലുണ്ട്. അപ്പോൾ റമദാനും ആരോഗ്യവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് എങ്കിലും നോമ്പെടുത്തിട്ട് റമദാൻ മാസത്തിലെ നോമ്പിലൂടെ ഒരു ആരോഗ്യം എന്നത് ചർച്ച ചെയ്യുന്നതിനപ്പുറം റമദാനിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിലൂടെ നമുക്ക് തുടർന്നും സാധ്യമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൂടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന വലിയ നിഅമത്ത് വീണ്ടെടുക്കാനും മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനും. ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നം അതാണല്ലോ, വല്ലാത്ത മാരകമായ രോഗങ്ങൾ മനുഷ്യന് മേൽ പടർന്നു പിടിക്കുക. മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്യാൻസറും കരൾ രോഗവും കിഡ്നി രോഗവും അസ്ഥിരോഗവും അതുപോലെ മാരക സ്വഭാവമുള്ള ഒരുപാട് രോഗങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രതിരോധിക്കാൻ സംവിധാനമൊന്നും നമ്മുടെ സമൂഹത്തിനില്ല. ആരും ഹെൽത്തി അല്ല. മായം കലർന്ന ഭക്ഷണവും ശരിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ചൂടിൻ്റെ ആധിക്യം കൊണ്ടും താമസിക്കുന്ന സ്ഥലങ്ങളുടെ ചില അശാസ്ത്രീയത കൊണ്ടും മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ഏത് രോഗവും വളരെ വേഗത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുന്ന ഒരു ദയനീയമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ രോഗപ്രതിരോധത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നന്മ നിറഞ്ഞ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നതാണ്. ആ നാട്ടുകാർ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാവുക എന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നുള്ളതാണ്. ഒരു നാട്ടിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അവിടെ ഹോസ്പിറ്റലിൽ ഇല്ലാണ്ടാവുക എന്നുള്ളത്. ഒരു നാട്ടിൽ ഹോസ്പിറ്റൽ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ആർക്കും രോഗമില്ല. രോഗം ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിന് ചാൻസ് ഉള്ളൂ. അതെന്താ അങ്ങനെ? അവരൊക്കെ ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരൊക്കെ വലിയ പുരോഗതി നേടിയതാണ്. രോഗമുണ്ടാവുക എന്നത് പുരോഗതിയല്ല. രോഗമുണ്ടാകുമ്പോഴാണ് ഹോസ്പിറ്റലുകൾക്ക് ചാൻസ് വർദ്ധിക്കുന്നത്. അപ്പോൾ രോഗമുണ്ടാവുക എന്നത് അധോഗതിയാണ്, പുരോഗതിയല്ല. അതിനിയും സാധ്യമാക്കാൻ പറ്റും.
അതിന് നല്ല പാഠങ്ങൾ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. അത്തരമൊരു വൈജ്ഞാനിക ശാഖയുടെ പേരാണ് തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം, പ്രൊഫറ്റിക് മെഡിസിൻ. അൽഹംദുലില്ലാ കേരളത്തിലും ഇന്ത്യയിലും അത് വളരെ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. രോഗാതുരത കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടും സാന്ത്വനം നൽകിക്കൊണ്ടും പുതിയ ജീവിതം നൽകിക്കൊണ്ടും തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം രോഗികൾക്ക് വലിയ ആശ്വാസമാണ്.